ശ്രീകുമാർ, ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നത് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെ 3 പേരെയാണ് അവിടെ കോടതിയിൽ ഹാജരാക്കിയത്. അവരെയാണ് മുഖംമൂടി ഇട്ടുകൊണ്ട് കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഗണേഷ് ഒരു KSU പ്രവർത്തകൻ അല്ല. KSU പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് 26 വയസ്സായ ഒരു യുവാവാണ്. അപ്പോൾ ആ സംഘർഷത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി റിജി ലൂക്കോസ് ഉന്നയിക്കുന്നത്. നോക്കൂ ശ്രീമതി സ്മൃതി, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും, KSUക്കാരും SFIക്കാരും ABVPക്കാരും വിദ്യാർത്ഥി നേതാക്കാരും എല്ലാവരും ഉറ്റുനോക്കുന്നത് വടക്കാഞ്ചേരിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ്. തിങ്കളാഴ്ച ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖം മൂടി അണിയിച്ച് കൈവിലങ്ങ് അണിയിച്ച് കോടതി കൊണ്ടുപോകുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ ആദ്യമായിട്ട് മുഖംമൂടി അണിയിച്ച് തീവ്രവാദികളെ കൊണ്ടുപോകുന്ന പോലെ കോടതിയിലെത്തി. അതുകൊണ്ടാണ് കോടതി ചോദിച്ചത്. എല്ലാവരും കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ആ കോടതിയിലേക്കാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോഴും. അദ്ദേഹം ഇടക്കാലത്ത് താൽക്കാലികമായിട്ടൊരു ബാങ്കിൽ എന്തോ ജോലിക്ക് കയറി. മാളയിലത്തെ ഒരു വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച കഥകളൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാൾ കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. KSUക്കാരനാണ്. അദ്ദേഹം എന്താണ് പഠിക്കാൻ പോകുന്നത്, പ്രൈവറ്റായിട്ടാണോ പരീക്ഷ എഴുതാണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ വരുന്ന വിഷയമാണ്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ കേരളത്തിലെ KSUവിൻ്റെ ചരിത്രത്തിൽ 26 വയസ്സ് വരെയൊക്കെ സുന്ദരമായിട്ട് 26, 27 വയസ്സ്, 28 വയസ്സ് വരെ പ്രവർത്തിക്കാം. അത് KSUവിൽ മാത്രമല്ല മറ്റ് വിദ്യാസങ്ങളിലൊക്കെ പ്രവർത്തിക്കാം. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രായം കൊണ്ട് അവസാനിക്കുന്നതല്ല. 30 വയസ്സിലും വേണമെങ്കിൽ ഈ പ്രായത്തിൽ അയാൾക്ക് MAക്ക് രജിസ്റ്റർ ചെയ്യാം. അതൊക്കെ നമ്മുടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ചർച്ചാ വിഷയം എന്താണ്? വിദ്യാർത്ഥികളെ മുഖംമൂടി അണിയിച്ച കേരളത്തിലെ പോലീസിൻ്റെ കാര്യമാണ്. ഇവിടെ സ്മൃതിയുടെ ഇതിൻ്റെ ഹെഡിങ് അഴിച്ചു വിട്ടു എന്നുള്ളതാണ്. അഴിച്ചു വിട്ടിട്ടുണ്ട്. എങ്ങനെ? ഒരു തലത്തിലേക്ക് മാത്രം. പിടുത്തമുണ്ട്. എങ്ങനെ? വേറൊരു തലത്തിലേക്ക്. അതായത് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ ഈ ഗവൺമെൻറ് ഈ പോലീസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിടുത്തമുണ്ടല്ലോ, അഴിച്ചു വിട്ടിട്ടില്ലല്ലോ. അഴിച്ചു വിട്ട് എവിടേക്കാണ്? ഇവിടെ നിഷ്കളങ്കനായ ഒരു അച്ഛനാണ് സംസാരിച്ചത്. ഗോവിന്ദൻകുട്ടി നിഷ്കളങ്കനായ ഒരു അച്ഛൻ, ഒരു നിരപരാധിയായ കുട്ടിയുടെ അമ്മയാണ് ആ സഹോദരി. ഇവർ പറയുന്നത് എന്താണ്? ഇത് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴേ സ്മൃതി ഇതിൻ്റെയൊക്കെ ഇത് അറിയുള്ളൂ. പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരെന്തും ചെയ്യുമെന്ന് വ്യക്തമല്ലേ? ആ കുന്നംകുളം കേസാണല്ലോ എല്ലാത്തിൻ്റെ മൂല കാരണം. പോക്സോ കേസിൽ പെടുത്തുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭീഷണി. ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോഴത്തെ ഈ വടക്കാഞ്ചേരി സിയെ അദ്ദേഹം മുൻപ് കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട് അത്രേ വിദ്യാർത്ഥികളെ. അപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സ് മാറിപ്പോകുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാസിസത്തിനെതിരെയും പോലീസിനെ ചില പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെയും പ്രസംഗിച്ച് നടക്കുന്ന ആ പാർട്ടി ഭരിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ അത് പോലീസിൻ്റെ നയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അഴിച്ചു വിടുക എന്ന് പറയുമ്പോൾ ഒരു പിടുത്തമുണ്ട് ചില കാര്യങ്ങളിൽ. അത് ഒത്തുതീർപ്പിൻ്റെ കാര്യങ്ങളാണ്. അവിടെയാണ് ഈ പണം കൊണ്ടൊക്കെ പോകുന്നത് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ KSUക്കാരെ മുഖം മൂടി അണിയിക്കുമ്പോൾ KSU SFI സംഘർഷമാണ്. രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു കൂട്ടരെ മാത്രം പിടിച്ച്, പ്രതിപക്ഷത്തുള്ളവരെ മാത്രം പിടിച്ച് മുഖംമൂടി അണിയിച്ച് വിലങ്ങണിയിച്ച് കൊണ്ടുവന്ന് എന്താ അർത്ഥമുള്ളത്? നേരത്തെ ഇതുപോലെ പത്തനംതിട്ടയിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വിലങ്ങണിയിക്കാൻ ഒളിച്ചു നിന്ന് പോലീസ് വിലങ്ങ് പിന്നിൽ വെച്ചുകൊണ്ട് അപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് സ്ഥലത്ത് കണ്ടെത്തി പിടിച്ചു. ഇവർക്ക് എന്താ ഇത്ര വാശി KSUവിനെ യൂത്ത് കോൺഗ്രസിനെ വിലങ്ങണിയിക്കണമെന്ന്? അപ്പോൾ ഇത് വിലങ്ങണിയിക്കുക, ഇത് രാഷ്ട്രീയ സമരമാണിത്. രാഷ്ട്രീയ സമരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. SFIക്കാരും പങ്കെടുക്കും. പക്ഷേ സങ്കടകരമായ വസ്തുത, SFIക്കാരും മിണ്ടുന്നില്ല ഈ വിഷയത്തിൽ. അവർ പറയണ്ടേ? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ മുഖം മൂടി അണിയിക്കാൻ പാടില്ലെന്ന് അവർ പറയണ്ടേ? മറ്റ് AISF പറയണ്ടേ? CPIയുടെ വിദ്യാർത്ഥി വിഭാഗം വേണ്ട, മുന്നണി ഘടകകക്ഷികൾ പറയണ്ടേ? ഞാൻ പറയുന്നത് കേരളത്തിലെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് നല്ലൊരു അവസരമാണിത് പുറത്തു വരാൻ. ഇതുപോലെ വൃത്തികെട്ട പോലീസ് നയം കൊണ്ടു നടക്കുന്ന മൊത്തം പോലീസ് അതിക്രമം നോക്കൂ സ്മൃതി. ഈ ഭരണം എത്രയും പെട്ടെന്ന് അവസാനിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ 2 പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ. ഒന്ന് ശ്രീ ഗോവിന്ദൻകുട്ടി, ഒന്നാ സഹോദരി. ഇവർക്ക് 2 പേർക്കുണ്ടായ അനുഭവം കേരളത്തിലെ മൊത്തം അമ്മമാരുടെയും അച്ഛന്മാരുടെയും അനുഭവമാണ്. ആ സുജിത്തിൻ്റെ കേസ് ഇപ്പോഴും അറിയാമല്ലോ. ആർക്കടി കിട്ടിയാലും പോലീസ് ക്രൂരത. SFIയുടെ അറിയാമല്ലോ, കൊല്ലത്തെ 2 മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. SFIയുടെ DYFIയുടെ സുഹൃത്ത് ജോയൽ. അത് ഒരു മിണ്ടാട്ടവും ഇല്ല ആർക്കും. അപ്പം ആരെ അടിച്ചു കൊല്ലാം, ആരെയും വിലങ്ങ് വയ്ക്കാം, ആരെയും മുഖം മൂടി ധരിപ്പിക്കാം. ഇതെന്തൊരു പോലീസാണിത്?
ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പോലീസ് ഭരണത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ അവിടെ പോലീസ് മേധാവിയായിട്ട് KJ ജോസഫിനെ നിയോഗിച്ചു. കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർത്തു, ഘടകകക്ഷികൾ എതിർത്തു. എന്താ കാരണം എന്നറിയാമോ? അവർക്ക് ഇത് രാഷ്ട്രീയ ഇടപെടൽ അനുവദിക്കില്ലെന്ന് AK ആന്റണി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ഇടപെടൽ പോലീസിന് അനുവദിക്കില്ല, സ്ഥലം മാറ്റത്തിൽ ഇടപെടാൻ പോലീസിനെ രാഷ്ട്രീയ കക്ഷികളെ അനുവദിക്കില്ല എന്ന് AK ആന്റണി പ്രഖ്യാപിച്ചു, KJ ജോസഫിനെ DGP ആക്കിക്കൊണ്ട്. ഈ നാട്ടിലെ മലബാർ കലാപം, നാദാപുരം, വടകര, കൂത്തുപറമ്പ് ഭാഗത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളെ അന്ന് തീർന്നു. മനസ്സിലായല്ലോ എങ്ങനെയാണ് തീർന്നത്? നാദാപുരം കലാപമൊക്കെ ഈ പോലീസിന് കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ടാണ്. കലാപം അവസാനിപ്പിച്ചു അവിടെ. അതിനുശേഷം ഹോർമിസ് തരകൻ വന്നു DGP ആയിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇപ്പം എന്താ പ്രശ്നം? തലപ്പത്തിരിക്കുന്നവരുടെ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് എന്ത് ചെയ്യും? അവരഴിഞ്ഞാടും. അങ്ങനെ അഴിഞ്ഞാടുമ്പോൾ അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. അഴിച്ചുവിടുന്നത് ഒരു ഭാഗത്തേക്കാണ്, മറുഭാഗത്ത് പിടുത്തമുണ്ട്. ആ പിടുത്തം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇവിടെ പോലീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, CPI-ക്കാർ ആ CPI-യുടെ സംസ്ഥാന സമ്മേളനം പ്രമേയം പാസ്സാക്കിയില്ലേ? ലജ്ജാകരമല്ലേ? CPI-യുടെ MLA-മാരെ, CPI-യുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയെ, CPI-യുടെ AISF-ന്റെ വനിതാ നേതാവിനെ ആക്രമിച്ച കേസ്, ഇതൊക്കെ കിടക്കുക. എന്നിട്ട് പറയാം മാതൃകാപരമാണെന്ന്. പാർട്ടി പത്രം വേറെന്ന് എഴുതി, സത്യസന്ധമായ കാര്യം പാർട്ടി പത്രം എഴുതി. എന്നിട്ട് CPI-യുടെ നിലപാട് ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ പ്രതിനിധി സമ്മേളനത്തിൽ നല്ല വിമർശനം ഉയർന്നു. അതെ, പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നെങ്കിൽ ആ വിമർശനമാണ് യഥാർത്ഥത്തിൽ പാർട്ടി കാണേണ്ടത്. ഇത് പുറത്ത് എന്തിനാണ് പോലീസിനെ വിളിപ്പിക്കാൻ ഇങ്ങനെ പ്രമേയം കൊണ്ടുവന്നത്? ശ്രീ ബിനോയ് വിശ്വം, പാർട്ടി പ്രതിനിധികൾക്ക് ഇഷ്ടമില്ലാത്ത പ്രമേയമല്ലേ അത്? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്? ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി CPI എന്നൊരു വാക്ക് മിണ്ടിയില്ലെന്ന് പ്രതിനിധികൾ പരാതിപ്പെട്ടില്ലേ? ഒരു CPI-യുടെ സമ്മേളനത്തിൽ ചെല്ലുക, കേരളത്തിലെ രണ്ടാമത്തെ കക്ഷിയുടെ സമ്മേളനത്തിൽ ചെല്ലുക, 4 മന്ത്രിമാരുള്ള പാർട്ടിയുടെ സമ്മേളനത്തിൽ ചെല്ലുക, ആ പാർട്ടിയുടെ പേര് പറയാൻ മെനക്കെടാത്ത ഒരു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നോ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി? എന്തൊരു ഗതികെട്ട പാർട്ടിയായി CPI മാറി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു, PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്നു. ആ നാട്ടിലാണെന്ന് ആലോചിക്കണം. എൻ്റെ CPI സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അനുകൂലിച്ചോളൂ ഗവൺമെൻറ്റിനെ, പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ പറയൂ. ഈ കുട്ടികളെ വിലങ്ങ് വെച്ചതും ഈ കുട്ടികളുടെ മുഖത്ത് മുഖം മൂടി കറുത്ത തുണി അണിയിച്ച് കോടതി കൊണ്ടുപോയതും കോടതി കണ്ടു, CPI-ക്കാർ കണ്ടില്ല, SFI കണ്ടില്ല, DYFI കണ്ടില്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കണ്ടില്ല. എന്നിട്ട് അവർ നാളെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പറയാൻ വരിക. എന്തുകൊണ്ടാണ് ഇവർ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പറയാത്തത്? സ്വന്തം പാർട്ടിക്കാർ തെരുവിലിറങ്ങും, LC സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ രംഗത്ത് വരുന്നില്ലേ? ഇന്നലെ CPM-ന്റെ തൃശ്ശൂരിലത്തെ DYFI-യുടെ ജില്ലാ സെക്രട്ടറി ഒരു കാര്യം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ? എങ്ങനെയാണ് പുറത്തു വന്നത്? പഴയ പാർട്ടിയല്ല, കുട്ടികൾക്ക് ധൈര്യം വന്നു തുടങ്ങിയ മടുത്തു ഈ ഭരണം മാറിക്കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഇവരിങ്ങനെ രംഗത്ത് വരുന്നത്. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു അത് KSU-കാരനല്ല. എൻ്റെ പ്രിയപ്പെട്ട റെജി, KSU-ന്റെ ജില്ലാ ഭാരവാഹിയാണ്. ഒരു KSU-ന്റെ ജില്ലാ ഭാരവാഹിക്ക് 2 വർഷത്തെ ഇടവേളയൊക്കെ ആവാം. ഗതിയില്ല, പഠിക്കാൻ ഗതിയില്ല, വീട്ടിൽ പട്ടിണിയാണെങ്കിൽ ജോലിക്ക് പോകും. പ്രിയ സുഹൃത്തെ, കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടുകാരെ പുലർത്തും, കൂട്ടുകാരെ സംരക്ഷിക്കും, പഠിക്കാനുള്ള ഫീസ് കണ്ടെത്തും. എത്ര പേരങ്ങനുണ്ട് ഈ നാട്ടിൽ? അത് KSU-ന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെയാണ് മുഖംമൂടി അണിയിച്ചത്. മുഖംമൂടിയല്ല, കറുത്ത മുഖംമൂടി, ഭീകരവാദത്തിൻ്റെ മുഖംമൂടി, ഭയം ജനിപ്പിക്കുന്ന മുഖംമൂടി. ഒരു അർദ്ധരാത്രിയിൽ ഒരു അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് വളയുക. CI ഉൾപ്പെടെയുള്ളവർ, ആ അച്ഛൻ പറഞ്ഞത് കമ്മീഷണർ ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊരു ദുര്യോഗമാണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇത് അറിഞ്ഞ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളോ? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട്, വീട്ടമ്മമാരോട്, സഹോദരിമാരോട്, അച്ഛന്മാരോട്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് മനസ്സിൽ സൂക്ഷിക്കുക, ഈ വികാരം മനസ്സിൽ സൂക്ഷിക്കുക. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ സഹായിക്കാൻ ഈ പോലീസോ ഈ ഭരണമോ ഉണ്ടാകില്ല. അതുകൊണ്ട് ആലോചിക്കുക. ഇതിൻ്റെ ഒരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി എങ്ങനെയാണെന്നറിയാമോ? ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. അത് കിട്ടിക്കഴിഞ്ഞു 4 ഉപതെരഞ്ഞെടുപ്പിൽ. ഇനിയുള്ള എന്താണെന്നറിയാമോ? പുറത്താക്കുക. ഇതിനൊറ്റ മറുപടിയേ ഉള്ളൂ, ഇവരെ പുറത്താക്കുക. പുതിയൊരു സൂര്യോദയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആ സൂര്യോദയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്നലെ വടക്കാഞ്ചേരി കണ്ടു, KSU പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാവലിൽ നിന്നു. ചരിത്രത്തിൽ ആദ്യം കാവലിൽ നിന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസുകാർ ഭയന്നു. മനസ്സിലായോ? ഇനി അത് സംഭവിക്കും, ഇനി അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? നീതി കിട്ടണം, ഭയം മാറണം വീട്ടുകാരുടെ.
അതുകൊണ്ട് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പഠിക്കുന്നുണ്ടോ ജോലിക്ക് പോകുന്നുണ്ടോ എന്നുള്ളതല്ല. KSU കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെ മുഖംമൂടി അണിച്ച് 2 KSU പ്രവർത്തകരോടൊപ്പം കോടതിയാണ് രക്ഷ. പോലീസ് സംവിധാനം രക്ഷയില്ല, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഭരിക്കുന്ന പാർട്ടി മിണ്ടുന്നില്ല, അതുകൊണ്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി മിണ്ടുന്നില്ല, പോലീസുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനും മിണ്ടുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്കാണ് ബഹുമാനം കൊടുക്കേണ്ടത്, അല്ലാണ്ട് ബഹുമാനം എഴുതി വാങ്ങിക്കുകയല്ല. കോടതിക്ക് ബഹുമാനം കൊടുക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കാത്തിരിക്കുകയാണ്. വടക്കാഞ്ചേരി ആ ന്യായാധിപന്റെ വിധിക്കായി കാത്തിരിക്കുകയാണ്. കാരണം ഇത് നാളെ ആർക്ക് സംഭവിക്കാം? റോഡിൽ പോകുന്ന കുട്ടികളെ പിടിച്ച് മുഖം മൂടി അണിച്ച് കൊണ്ടുപോകാം. ആര് ചോദിക്കാനുണ്ടാവും ഇവിടെ? ശരിയാണ്. അതാണ് വലിയ നാളെ ആർക്കും സംഭവിക്കാമെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.